അല്ല, ഈ ഫ്രഷ് മീൻ കറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുമാതിരി പിടിച്ച് കൊടുന്ന് അപ്പം തന്നെ നമ്മൾ ചട്ടിയിൽ അങ്ങോട്ട് ഇടുമ്പോൾ ഇങ്ങനെ 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 നീന്തി പോകുന്ന ടൈപ്പാണ്. അത് വെച്ച് നമ്മൾ കറി വെക്കണം. ഇത് ചത്തതിന് ശേഷം നമ്മൾ കറി വെക്കണം. അപ്പോൾ എന്തായാലും ഹസ്ബൻഡ് ഇതിൻ്റെ കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തന്നെനിക്ക്. പക്ഷേ ഇത് വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇതൊന്നാമത് പുഴമീനാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഭയങ്കര വഴുവഴുപ്പായിരുന്നു കേട്ടോ. നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ പോലെ അതുപോലെ വഴുവഴുപ്പായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എന്താ പറയുക, ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോകുന്നുണ്ടായിരുന്നേ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഉപ്പിട്ടിട്ട് കഴുകിയാൽ കുറച്ച് വഴുവഴുപ്പ് മാറും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉപ്പിട്ട് കഴുകിയിട്ടും അത് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു. അപ്പോൾ ഭയങ്കര ഒരു മിറാക്കിൾ സംഭവിച്ചിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഉപ്പും വിനാഗിരിയും കൂടി ഇട്ടപ്പോൾ അതിൻ്റെ വഴുമ്പലും ഒക്കെ അങ്ങോട്ട് പോയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നു. നല്ല ക്ലീനായിട്ട് വന്ന മീൻ കേട്ടോ, നല്ല വൃത്തിയായിട്ട് വന്നു. അപ്പം ഒരു ടിപ്പ് എന്ന് കിട്ടിയില്ലേ, നമ്മളിങ്ങനെ വഴുവഴുമ്പലുള്ള മീനൊക്കെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ ഒരു തുള്ളി ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇനി നമുക്ക് മേക്കിംഗ് പ്രൊസീജിയറാണ്. ഞാൻ എന്താ വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചധികം കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു ചട്ടിയിലിട്ടിട്ട്. എന്നതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇഞ്ചി കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. കാരണം ഇഞ്ചീൻ്റെ അതേ മൂപ്പല്ല വെളുത്തുള്ളിക്ക്, പക്ഷേ അതുകൊണ്ടാണ് ഇഞ്ചി ഫസ്റ്റ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം സവാള കുനുകുനാക്കി അരിഞ്ഞത് അല്ലെങ്കിൽ ചെറിയുള്ളിയാണ് കുറച്ചുകൂടി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിട്ട് വഴറ്റി ഉപ്പ് ഇടുക. പിന്നെ ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി മതി. അത് ഒന്നാമത് നമ്മൾ മൂപ്പിച്ച് വെച്ചതാണല്ലോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം. തിളച്ച വെള്ളം ഒഴിച്ച് പിന്നെ അതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുളിവെള്ളം ഒഴിച്ചിട്ട് ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പുളിയൊന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ വൃത്തിയാക്കി വെച്ച മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മലയാളികളൊക്കെ കറി വയ്ക്കുമ്പം അല്ലെങ്കിൽ മീൻ കറി വയ്ക്കുമ്പം അതിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു 2-3 ഇൻഗ്രീഡിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണ, ഉലുവ, കറിവേപ്പില. അങ്ങനെ മീൻകറി തിളയ്ക്കാൻ വെച്ച് സിമ്മിലിട്ടതിന് ശേഷം ഞങ്ങൾ ഇത് ക്വാർട്ടേഴ്സിൻ്റെ ബാക്കിലെ ഏരിയയാണ് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു കറിവേപ്പിലേൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നു. അപ്പോൾ കറിവേപ്പില മസ്റ്റാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കറിവേപ്പിലേൻ്റെ തൈയിൽ നിന്ന് ഒരു ചെറിയൊരു തണ്ട് കറിവേപ്പില പറിച്ചെടുത്തേ. കാരണം അതില്ലെങ്കിൽ അങ്ങോട്ട് ഫിനിഷ് ആവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ തിരിച്ച് വന്നപ്പോഴേക്കും ഏകദേശം കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തേ. അത് മസ്റ്റാണല്ലോ, ഉലുവാപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കൊണ്ടുവന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബായ്.